ഹലോ ഫ്രണ്ട്സ്, റിപ്ലൈ 9088 എപ്പിസോഡ് 17 പാർട്ട് 1 മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തെക്സോന സ്റ്റഡി ഹാളിലിരുന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് അടിക്കുകയാണ്. എന്നാലും ടേക്ക് എന്തായിരിക്കും അവസാന നിമിഷത്തിൽ മാറ്റിവെച്ചത്? ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും, അതായിരിക്കും. എന്നാലും അവൻ തന്നെയല്ലേ ഇതൊക്കെ പ്ലാൻ ചെയ്തത്, എന്നിട്ട് അവൻ തന്നെ ക്യാൻസൽ ചെയ്യുന്നു. അത് എവിടുത്തെ പരിപാടി എന്ന് പറയുന്നത് തെക്സോന. ചിലപ്പോൾ ആരെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാനുണ്ടായിരിക്കും, അതായിരിക്കും. അപ്പം ഞാൻ അവൻ ഇമ്പോർട്ടൻ്റ് അല്ലേ? അങ്ങനെയൊക്കെ ഇരുന്ന് പിച്ചും പെയ്യും പറയുന്ന സമയത്താണ് തൊട്ടപ്പുറത്ത് ജായുന് ചോദിക്കുന്നത്, അല്ല നീ ഇന്ന് മൂവിക്ക് പോകുന്നു പറഞ്ഞിട്ട് പോയില്ലേ എന്ന്. ഇവളാണെങ്കിൽ അവനെല്ലാം ക്യാൻസൽ ചെയ്തു എന്ന് പറയുമ്പോൾ അത് കൊള്ളാം, അപ്പം അതിനർത്ഥം അവൻ നിന്നെ വലിയ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല എന്നാണ് ജായുൻ പറയുന്നത്. അതിനുശേഷം പിന്നെ തെക്സോന ചോദിക്കുന്നുണ്ട്, അല്ല ഈ മാഗിക്ക് ഇത് എന്ത് പറ്റി, അവൾ എന്താ വരാത്തേന്ന്. മാഗിയുടെ കാര്യം വീട്ടിൽ പൊക്കിയില്ലോ, അതുകൊണ്ട് അവൾക്ക് വീട് വിട്ടിറങ്ങാൻ ഒരു അനുമതി ഇല്ല എന്ന് പറയുന്ന ജായുനോട്, അല്ല അപ്പം മണ്ടേത്തെ ഡേറ്റിങ്ങോ എന്ന് തെക്സോന ചോദിക്കുകയാണ്. ഡേറ്റിങ് ഇനിയൊരു കുന്തവും ഇല്ല, എല്ലാം തീർന്നു എന്നപ്പോൾ ജായുൻ പറയുന്നുണ്ട്. അതുപോലെ നാളത്തെ കാര്യം ഓർമ്മയില്ലേ, പിസ്സ കഴിക്കാൻ പോണ്ടേന്ന് പറയുമ്പോൾ പിന്നെ ഞാനത് മറക്കും എന്ന് തെക്സോന അപ്പോൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ടേക്കിൻ്റെ അച്ഛൻ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ കയ്യിൽ പൊള്ളലേൽക്കുന്നുണ്ട്. ആളാണെങ്കിൽ ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചിട്ട് ജീവനെയും കൂട്ടിയിട്ടാണ് സുൻവോൻ്റെ അമ്മേനെ വിളിക്കാൻ പോകുന്നത്. സുൻവോൻ്റെ അമ്മയാണെങ്കിൽ അപ്പോൾ ആ കയ്യിൽ മുറി പറ്റിയത് കാണുന്നുണ്ട്. ഇതെന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആൾ കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരിക്കും, അത് ടേക്കിൻ്റെ അച്ഛന് കൊടുക്കുകയാണ്. കുട്ടിയെ എടുത്തുകൊണ്ട് തന്നെ ടേക്കിൻ്റെ അച്ഛനെ വായിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് കാണുമ്പോൾ രണ്ടുപേർക്കും ചിരി വരുന്നുണ്ട്. ആ ബൈക്കുകാരൻ ഇനി വരുമെന്ന് വിചാരിച്ച് ചേട്ടൻ ഇങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് സുൻവോൻ്റെ അമ്മ പറയുമ്പോൾ അയാൾ പോയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാന്ന് ടേക്കിൻ്റെ അച്ഛൻ പറയുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് ക്ലാസ് കഴിഞ്ഞ് വരുന്ന ജായുനും തെക്സോനയും. ഇതുപോലൊരു മോട്ടോർ സൈക്കിൾ വരുന്നത് കാണുമ്പോൾ തെക്സോന ശരിക്കും പേടിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ അവളുടെ ബാഗ് ഇങ്ങനെ സേഫ് ആക്കുകയാണ്. ഇത് കാണുന്ന ജായുനാണെങ്കിൽ നിനക്കൊന്നും പറ്റിയില്ലല്ലോ, അയാൾ എന്തായാലും ബാഗ് തട്ടിപ്പറിക്കാൻ വന്നതായിരിക്കും, നീ എന്തായാലും കൊള്ളം കേട്ടോ, കറക്റ്റായിട്ട് ബാഗ് സേഫ് ആക്കിയില്ലെന്ന് പറയുന്ന സമയത്താണ് തെക്സോന എന്തോ പന്തികേട് പറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് താഴത്തേക്ക് നോക്കുന്നത്. അതായത് ആ വണ്ടി അവളുടെ കാലിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. അവളാണെങ്കിൽ കരയുകയാണ്. ജായുനാണെങ്കിൽ നീ ഓക്കെ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് തെക്സോന കരയുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. 3 അമ്മമാരും അവരുടെ വീട്ടിൽ ഓരോ പണികളൊക്കെ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സ്പെക്സുകാരനാണെങ്കിലും സ്റ്റഡി റൂമിൽ വന്നിരുന്ന് അവനൊരു ബുക്ക് നിവർത്തുന്നുണ്ട്. ആ ബുക്കിൽ ഈ മൂലക്കുരു അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അതിനൊക്കെയുള്ള റെമഡീസ് ആയിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക. അത് നോക്കിയതിന് ശേഷം ആരും കാണുന്നില്ലല്ലോ എന്ന് ഉറപ്പുവരുത്തി ഒരു വെളുത്തുള്ളി എടുത്ത് അവൻ്റെ ബാക്കിൽ വെക്കുന്നുണ്ട്. ഇതേ സമയം ന്യൂസിലാണെങ്കിൽ ടേക്ക് ഗെയിം ജയിച്ചതിനെ പറ്റിയും സൺഡേ തിരിച്ചെത്തുന്നതിനെ പറ്റിയൊക്കെ പറയുന്നതും നോളാണെങ്കിൽ തെക്സോനയെ പൊക്കിയെടുത്താണ് ഹാളിൽ കൊണ്ടുപോയി ഇരുത്തുന്നത്. ഇവളാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ നോള് പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി പിസ്സയല്ലേ, അത് പിന്നെ എങ്ങാനും കഴിക്കാം, ടേക്ക് വരുന്നുണ്ടല്ലോ, ടേക്ക് ചേട്ടനോട് ചോദിച്ച ആൾ വാങ്ങി തരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നാൽ എനിക്ക് മാത്രം എന്താ ഇത്രയും കഷ്ടപ്പാട്, ഈ വീക്കെൻഡിൽ തന്നെ എൻ്റെ കാലിന് ഇങ്ങനെ പറ്റിയപ്പോഴോ, നാളെയാണെങ്കിൽ സ്കൂളും ഇല്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ഓഫ് എടുക്കായിരുന്നില്ലേ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്താണ് സ്പെക്സുകാരൻ അങ്ങോട്ട്, തെക്സോന നീ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുണ്ടോ എന്ന് ചോദിച്ചു വരുന്നത്. ഇവളാണെങ്കിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുകയാണ്. ഉണ്ടല്ലേ, എന്നാൽ ശരി എന്ന് പറയുന്ന സ്പെക്സുകാരനോട് നീ എങ്ങോട്ടാ എന്ന് തെക്സോന ചോദിക്കുകയാണ്. ഇവനാണെങ്കിൽ ഞങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോവുക, ടേക്ക് ഉണ്ട് കൂടെ എന്ന് പറയുമ്പോൾ എന്നാൽ എന്നെ എടുക്കും ഞാനും ഉണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന സ്പെക്സുകാരനാണെങ്കിൽ അതെങ്ങനെ പറ്റും, എന്നെയൊക്കെ വലിയ ആളെ ഞാൻ എങ്ങനെയാണ് എടുക്കുക എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം ബോറാന ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുന്നതും ജങ്ങാണെങ്കിൽ ഞാൻ 1000 പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കിമ്മിൻ്റെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ കിം ഉണ്ടായിരിക്കില്ല. ഇവൻ നോക്കുന്ന സമയത്ത് ടേബിളിൽ ഈ എയർഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഫോം അവിടെ ഇരിക്കുന്നത് കാണുകയാണ്. ഇതേ സമയം ബോയ്സ് ആണെങ്കിൽ മെയിൻ വഴി കൂടെ പോവാതെ ബാക്ക് ഡോർ വഴി ഗ്രൗണ്ടിൽ എത്തുകയാണ്. അതായത് ഇപ്പം അവിടെ കളിക്കാനൊന്നും അലൗഡ് അല്ല. സുൻവോയ് ആണെങ്കിൽ ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് കിമ്മും ടേക്കും അവിടെ ഒറ്റയ്ക്കാവുകയാണ്. ഇവർ രണ്ടുപേരും അടുത്തിരിക്കുന്നുണ്ടെങ്കിലും ഒന്നും സംസാരിക്കുന്നില്ല. കിമ്മ് നോക്കുന്ന സമയത്ത് ഇവൻ്റെ ഷൂസ് ലേസൊക്കെ നന്നായി കെട്ടിയിട്ടുണ്ട്. ഇവനാണെങ്കിൽ അപ്പോൾ ചോദിക്കുന്നുണ്ട്, കൊള്ളാലോ ഇന്ന് നന്നായി കെട്ടിയിട്ടുണ്ടല്ലോ, ഇത് എന്ത് പറ്റിയെന്ന്. ടേക്കാണെങ്കിൽ അത് നീ അന്ന് അവസാനം കെട്ടി തന്നില്ലേ, പിന്നെ ഞാൻ ലേസ് അഴിക്കാൻ പോയിട്ടില്ല എന്ന് ടേക്ക് അപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ കുറച്ചു നേരം സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. കിമ്മാണെങ്കിൽ അതിനുശേഷം ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ പേഴ്സ് എങ്ങാനും തുറന്ന് നോക്കിയിരുന്നു എന്ന്. ഇല്ല, ഞാൻ അതിൻ്റെ ഉള്ളിൽ നോക്കിയില്ല എന്ന ടേക്കിൻ്റെ മറുപടി കേട്ട് കിമ്മ് ഒന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ കിമ്മ് സൈലൻ്റ് ആയിരിക്കുന്ന സമയത്താണ് അവിടേക്ക് സ്പെക്സുകാരൻ തെക്സോനയും ചുമലിലേറ്റ് വരുന്നത്. എന്തൊരു മുടിഞ്ഞ ബാരടി, നീ എന്തോ ഈ കഴിക്കുന്നതെന്ന് സ്പെക്സുകാരൻ അപ്പോൾ ഇവളോട് ചോദിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇവനെ അടിക്കുകയാണ്. അങ്ങനെ ഇവർ 4 പേരും അവിടെ ഫുട്ബോൾ കളിക്കുന്നതും തെക്സോനയാണെങ്കിൽ അവിടെ സൈഡിലിരുന്ന് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഗെയിമൊക്കെ കഴിയുന്ന സമയത്ത് സ്പെക്സുകാരനാണെങ്കിൽ എന്താണെന്നറിയില്ല, എനിക്ക് ബാക്ക് ഭയങ്കര വേദനിച്ചിട്ട് വയ്യ എന്ന് പറയുകയാണ്. ഇവരാണെങ്കിൽ അപ്പോൾ അന്നൊരു കാര്യം ചെയ്യും, നീ പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നതും ഇവൻ അവിടെ നിന്ന് എണീക്കുന്ന സമയത്ത് ഇവരിവൻ്റെ ബാക്ക് കണ്ട് ഞെട്ടുകയാണ്. എന്താ കാര്യം എന്നിവൻ ചോദിക്കുന്ന സമയത്ത് പിന്നിലിരിക്കുന്ന തെക്സോനയാണെങ്കിൽ നിനക്കെന്താ പീരിയഡ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ പീരിയഡ്സോ എനിക്കോ എന്ന് പറഞ്ഞ് സ്പെക്സുകാരെ നോക്കുന്ന സമയത്ത് ബാക്കിൽ മൊത്തം ബ്ലഡ് ആയിരിക്കും. ഇത് കാണുന്നതും അവിടെ അവൻ തലകറങ്ങി വീഴുന്നുണ്ട്. സുൻവോയും കിമ്മാണെങ്കിൽ ഇവനെടുത്ത് ഓടുകയാണ്. സുൻവോ അപ്പോൾ ടേക്കിനോട് പറയുന്നുണ്ട്,
ഇവൻ്റെ അച്ഛൻ ഇന്ന് ലീവാണ്, നീ വേഗം അച്ഛനെ അറിയിക്കുമെന്ന്. ടേക്കാണെങ്കിൽ പോകാൻ നോക്കുന്ന സമയത്ത് ദെക്സോനിയ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ദെക്സോനിയാണെങ്കിൽ എന്നെ നോക്കണ്ട, നീ പോയി കാര്യമൊക്കെ അറിയിക്കുമെന്ന് പറയുമ്പോൾ ഇവൻ ഇവളോട് ബാക്കിൽ കയറാൻ പറയുകയാണ്. ഇവളാണെങ്കിൽ എടാ എന്നെ താങ്ങത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ട് സെക്യൂരിറ്റിക്കാരൻ വരുന്നത് കാണുമ്പോൾ ടേക്ക് ഒന്നും നോക്കാതെ ദെക്സോനി എടുത്തങ്ങ് ഓടുകയാണ്. ഇവളാണെങ്കിൽ ബഹളം വെക്കുന്നുണ്ട്, പക്ഷേ അവൻ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇതേ ടൈമിൽ ബൊറാന അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ ഫുഡ് കഴിക്കുന്നതും ഇരുന്ന് പഠിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. കിമ്മിൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ ഇങ്ങനെ കിമ്മിൻ്റെ അച്ഛനെ കെയർ ചെയ്യുന്നത് കണ്ടിട്ട് കിമ്മിൻ്റെ അച്ഛൻ ചിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഒരു കണക്കിന് ഇതൊക്കെ പറ്റിയത് നന്നായി, അതുകൊണ്ട് നിനക്ക് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിലും എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമെന്നൊക്കെ അമ്മ പറയുകയാണ്. അങ്ങനെ നല്ലൊരു സീനായിരിക്കും അവിടെ. പെട്ടെന്നാണ് അച്ഛൻ പറയുക, നീ മ്യൂസിക് കോമ്പറ്റീഷനിൽ ജയിക്കാത്തതിന് നീ വിഷമിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ നീ ഫസ്റ്റ് റൗണ്ട് പാസ്സായാലും അവർക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ലേ, ആ സ്റ്റാൻഡേർഡിനനുസരിച്ചല്ലേ അവർ ആൾക്കാർ എടുക്കുള്ളൂ എന്നൊരു തമാശ പറയുമ്പോൾ ആ തമാശ അമ്മയ്ക്ക് അത്ര പിടിക്കുന്നില്ല. അമ്മ ഉടനെ തന്നെ ഫുഡ് കൊടുക്കുന്ന പ്ലേറ്റ് മാറ്റി വെച്ച് തലോണി എടുത്ത് എറിഞ്ഞിട്ടാണ് ദേഷ്യത്തിൽ പോകുന്നത്. അച്ഛനാണെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞതാ സോറി എന്നൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സുൻവോ ടേക്കിൻ്റെ അച്ഛന് മരുന്നൊക്കെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ കറക്റ്റ് ട്രീറ്റ് ചെയ്യാണ്ട് ബാൻഡേജ് ഒട്ടിച്ച് വെച്ചാൽ ഇത് പഴുക്കത്തില്ലേ എന്ന് സുൻവോ അപ്പോൾ ചോദിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ ടേക്കിനെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ പറയുമ്പോഴേക്കും ടേക്ക് അവിടെ എത്തുകയാണ്. നീ ഇതെങ്ങനെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു എന്ന് ടേക്ക് പറയുന്നത് കേട്ട് നീ എന്താ പട്ടിയാണോ മണത്ത് വരാനെന്ന് സുൻവോ ചോദിക്കുകയാണ്. ചോയ്യാണെങ്കിൽ എന്നാലും സ്പെക്സുകാരന് ഇത് എന്താ പറ്റിയത്, ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ ഈ പിള്ളേർക്ക് പൈൽസ് ഒക്കെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ സുൻവോയാണെങ്കിൽ അവനിത് ആരോടെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു, അതിന് പകരം ആ പൊട്ടൻ എന്താ ചെയ്തത്, ബാക്കിലുണ്ട് വെളുത്തുള്ളി കുത്തി കയറ്റിയിരിക്കുന്നു, ഇത് ആരെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അതാര് പറഞ്ഞിട്ടാ ചെയ്തതെന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അപ്പോൾ ടേക്ക് പറയുന്നുണ്ട് ഏതൊരു പുസ്തകത്തിൽ വായിച്ചതുപോലെ ചെയ്തതാ എന്ന്. അവനാണെങ്കിൽ ആകെ നാണക്കേടായിട്ടിരിക്കുക, ആരും അവനെ കാണാൻ വരണ്ടെന്നാ പറഞ്ഞതെന്ന് സുൻവോ അപ്പോൾ പറയുന്നുണ്ട്. ഇതേ സമയം ഡെക്സോനയുടെ വീട്ടിലാണെങ്കിൽ നോളും അച്ഛനും കൂടിയിട്ട് ഒരു പരിപാടി കാണുമ്പോൾ അതിൽ ആക്ട്രസിനെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല അടിപൊളി ലൈഫൊക്കെ ആയിരിക്കും എന്നപ്പം അച്ഛൻ പറയുന്നുണ്ട്. അതുപോലെ അല്ല ഡെക്സോൻ എവിടെ, അവളെ കാലിന് പരിക്ക് പറ്റിയിരിക്കുകയല്ലേ, എവിടേക്കും പോകാൻ വഴിയില്ലല്ലോ, അവളെങ്ങാനും പഠിക്കുകയാണോ ഇനി എന്ന് ചോദിക്കുമ്പോൾ അല്ല അവള് കിടന്നുറങ്ങുക എന്ന് നോളപ്പോൾ പറയുന്നതും. റൂമിലാണെങ്കിലോ ഡെക്സോന ഗ്രൗണ്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നതുമാണ് കാണിക്കുന്നത്. സുൻവോന്റെ വീട്ടിലാണെങ്കിലോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് സുൻവോയും ടേക്കും ഇരിക്കുന്ന സമയത്ത് സുൻവോ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം പറയാൻ വരുന്നുണ്ട്. എന്നവൻ എന്തോ മടിക്കുകയാണ്. ആ സമയത്ത് ടേക്ക് എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് പറയുകയാണ്. അതായത് ഒരു ദിവസം ഞാൻ കളിയൊക്കെ കഴിഞ്ഞ് നേരത്തെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അച്ഛൻ ഈ തണുത്ത ചോറും വെള്ളമാണ് കഴിക്കുന്നത് കണ്ടത്. ഞാൻ അത്രയും നേരത്തെ വരുമെന്ന് അച്ഛൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ എന്നെ കാണുമ്പോൾ ആളാകെ ചമ്മിപ്പോവാണ്, ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ്. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി അച്ഛനെ കണ്ടപ്പോൾ. അന്ന് ഞാൻ വിചാരിച്ചിരുന്നു അമ്മ എങ്ങാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഗതി വരത്തില്ലല്ലോ. അന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നു അച്ഛൻ്റെ സൈഡിൽ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന്. ഇന്നിപ്പോൾ അത് നിൻ്റെ അമ്മയാണെന്ന് അറിയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് ടേക്ക് പറയുന്നത് കേട്ട് നിനക്ക് ഈ കാര്യം അറിയായിരുന്നു എന്ന് സുൻവോ ചോദിക്കുകയാണ്. നിനക്ക് പ്രശ്നമൊന്നുമില്ലേ, ഓക്കെ ആണോ, നിനക്ക് നിൻ്റെ അമ്മയെ മിസ് ചെയ്യില്ലേ എന്നൊക്കെ സുൻവോ ചോദിക്കുമ്പോൾ അതിന് എനിക്ക് എൻ്റെ അമ്മയെ പറ്റിയിട്ടുള്ള ഓർമ്മ പോലും ഇല്ല, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് ടേക്ക് പറയുകയാണ്. സുൻവോയാണെങ്കിൽ ഏതാണ്ടും എൻ്റെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ അവർ ചിരിക്കുന്ന സമയത്ത് അതെ നിൻ്റെ ബർത്ത്ഡേക്കാൾ മുന്നേ എൻ്റെ ബർത്ത്ഡേ, അതായത് ഞാനാ നിൻ്റെ ചേട്ടൻ എന്ന് സുൻവോ പറയുകയാണ്. ടേക്കാണെങ്കിലും ഓ പിന്നെ ചേട്ടൻ, എന്നേക്കാൾ മെച്യൂരിറ്റി എനിക്കുണ്ടെന്ന് പറയുന്നത് കേട്ട് കൊള്ളാലോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പഠിച്ചോ എന്ന് സുൻവോ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു നല്ല സീനാണ് അവിടെ കാണിക്കുന്നത്. നൈറ്റിലാണെങ്കിൽ ടേക്കിൻ്റെ അച്ഛൻ ചീഞ്ചുവിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതും അമ്മയാണെങ്കിൽ ടേക്ക് വിജയിച്ചതിൻ്റെ ന്യൂസ് പേപ്പറിൽ കാണുമ്പോൾ നമുക്കൊരു പാർട്ടി നടത്തിയാലോ, നല്ലൊരു വിജയമല്ലേ ഉണ്ടായതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടേക്കിൻ്റെ അച്ഛനാണെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല, കാരണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവനതൊരു ഭാരമായിട്ട് മാറും, പിന്നെ ഒരിക്കലും അവൻ തോറ്റു കഴിഞ്ഞാൽ അവനത് ഭയങ്കര വിഷമമായിട്ട് മാറും എന്ന് പറയുന്നത് കേട്ട് അതും ശരിയാ, അപ്പോൾ പിന്നെ അതൊന്നും നടത്തേണ്ട എന്ന് സുൻവോൻ്റെ അമ്മ പറയുകയാണ്. ഇതേ സമയം ജങ് ആണെങ്കിൽ റൂഫ് ടോപ്പിലിരുന്ന് വാൽനക്ഷത്രത്തെ നോക്കിയിരിക്കുകയായിരിക്കും. അങ്ങോട്ട് വരുന്ന കിം ആണെങ്കിൽ ഭ്രാന്ത് ഉണ്ടോ ഇങ്ങനെ ഇരിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ ഈ വാൽനക്ഷത്രത്തിന് പിന്നിലുള്ള കാര്യം നിനക്ക് അറിയില്ല, നമ്മൾ വാൽനക്ഷത്രത്തെ കാണുന്ന സമയത്ത് എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് ശരിക്കും സംഭവിക്കും എന്ന് പറയുകയാണ്. ആ ടൈമിലാണ് സുൻവോയ്ക്ക് ഒരു കോള് വരുന്നത്. ശരിക്കും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ച് സുൻവോ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. റൂഫ് ടോപ്പിലാണെങ്കിലോ ജങ് ഓരോ പൊട്ടത്തരം പറയുന്നത് കേട്ട് കിമ്മിന് ചിരി വരികയാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ ഇരുന്ന് വാൽനക്ഷത്രത്തെ കാണണോ എന്ന് ചോദിക്കുമ്പോൾ ആ വേണമെന്ന് ജങ് പറയുന്നുണ്ട്. താഴെ അമ്മയാണെങ്കിൽ അച്ഛൻ ഇവരുടെ ഈ പണ്ടത്തെ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് ഇത് എടുത്തു കൊടുക്കുമെന്ന് കിമ്മിൻ്റെ അച്ഛൻ പറയുകയാണ്. ഇതേ സമയം സുൻവോ ബോറാനെ വിളിച്ചിട്ട് തന്നെയായിരിക്കും പുറത്തെത്തിയിട്ടുണ്ടായിരിക്കുക. ഇവനോട് എന്തോ ഒന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും വാൽനക്ഷത്രത്തെ കാണുമ്പോൾ സുൻവോ ഒന്ന് സൈലന്റ് ആവാൻ പറയുകയാണ്. റൂഫ് ടോപ്പിലാണെങ്കിലോ ബൈനോക്കുലർ ഒക്കെ വെച്ചിരിക്കുന്ന ജങ്ങും അവസാനം വാൽനക്ഷത്രത്തെ കാണുന്നുണ്ട്, കിമ്മിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജങ് ആണെങ്കിൽ എന്തോ ഒന്ന് ആഗ്രഹിക്കുകയാണ്. കിം ആണെങ്കിൽ പറഞ്ഞതുപോലെ സംഭവം വന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ആഗ്രഹിച്ചേ എന്ന് ജങ് ചോദിക്കും.
ചോദിക്കുമ്പോൾ അയ്യോ ഞാനത് മറന്നു എന്ന് കിമ്മ് പറയുകയാണ്. ജങ്ങാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു വിഷ് ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ മാഗിയായിട്ട് നല്ലൊരു ലൈഫ് ഉണ്ടാവണമെന്നല്ലേ എന്ന് കിമ്മ് ചോദിക്കുകയാണ്. ജങ്ങാണെങ്കിൽ അതല്ല ഞാൻ ആഗ്രഹിച്ചത്, എൻ്റെ അനിയന് എന്താണോ ആവാൻ ഇഷ്ടം അതാവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് പറയുമ്പോൾ കിമ്മ് പെട്ടെന്ന് സൈലൻ്റ് ആവുകയാണ്. ഈ ടൈമിലാണെങ്കിലോ കിമ്മിൻ്റെ അച്ഛനും അമ്മയും കിമ്മിൻ്റെ ചെറുപ്പത്തിലൊരു ഡയറി വായിക്കുകയാണ്. അതായത് ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയായിരുന്നു, ദെക്സോൻ 1 ഗോൾ അടിച്ചു, സുൻവോ 2 ഗോൾ അടിച്ചു, ഞാനാണ് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത്, എൻ്റെ ചേട്ടൻ എന്നെ അപ്പുറത്തിരുന്നിട്ട് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് പറ്റിയത്, ചേട്ടൻ എന്നെ മറഡോണ ആക്കാനാണ് ഇഷ്ടം, ഞാൻ എന്തായാലും വലുതായി കഴിഞ്ഞാൽ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാകും എന്നൊക്കെയായിരിക്കും കൊച്ചു കിം അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക. അതിനുശേഷം ഇവർ രണ്ടുപേരും ഫുട്ബോൾ യൂണിഫോമൊക്കെ ഇട്ടിട്ടുള്ള ഒരു പിക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഇവർ രണ്ടുപേരുടെയും ആ ഒരു ബോണ്ടാണ് ഇതിലൂടെ കാണിക്കുന്നത്. പിന്നീട് ഇവർ രണ്ടുപേരും ടി വി ഇരുന്ന് കാണുന്ന സമയത്ത് കിം ആലോചിക്കുന്നത് റൂഫ് ടോപ്പിലുണ്ടായ കാര്യമാണ്. അതായത് ജങ് പറയുന്നുണ്ട് കിമ്മിനോട്, ഞാൻ കാരണമാണ് നീ എയർഫോഴ്സിലേക്ക് പോകുന്നതെങ്കിൽ അത് വേണ്ട എന്ന്. അപ്പോൾ കിമ്മാണെങ്കിൽ ചേട്ടൻ കാരണമൊന്നുമല്ല, എനിക്ക് ശരിക്കും ആഗ്രഹം ഉണ്ടായിട്ടാ എന്ന് പറയുമ്പോൾ ജങ് ഒന്ന് ഇവനെ സൂക്ഷിച്ചു നോക്കുകയാണ്. കിമ്മാണെങ്കിൽ സത്യമായിട്ടും അല്ലാണ്ട് അതുകൊണ്ടൊന്നല്ല എന്ന് കിമ്മി ചിരിച്ചു പറയുന്നുണ്ട്. ഇതേ സമയം ബോറാനെയാണെങ്കിൽ നീ എന്ത് വിഷയം ആഗ്രഹിച്ചെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി സ്പോങ്കിങ് നിർത്തണമെന്ന് ആഗ്രഹിച്ചെന്ന് പറയുന്നത് കേട്ട് ബോറാനിക്ക് ചിരി വരുന്നുണ്ട്. ഇവനാണെങ്കിൽ തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ബ്രേക്കപ്പ് ആവണം എന്നാണ് ആഗ്രഹിച്ചതെന്ന് കേൾക്കുമ്പോൾ സുൻവോ ഞെട്ടുകയാണ്. ഇവളാണെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് ആവാം സോറി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ ഇനിയൊരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും കാണില്ല എന്ന് സുൻവോ പറയുകയാണ്. ജസ്റ്റ് ബോറാൻ ഒന്ന് സ്റ്റെക്ക് ആവുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും നടന്നു പോവുകയാണ്. സുൻവോ ശരിക്കും തകരുകയാണ്. ദെക്സോനയാണെങ്കിൽ ഉറക്കമൊന്നും ഇല്ലാതെ ആകെ ഇരുന്നൊന്ന് ഞെരിപിരി കൊള്ളുന്നത് കാണിക്കുന്നുണ്ട്. കിമ്മാണെങ്കിൽ ഇങ്ങനെ പുറത്തിരിക്കുന്ന സമയത്താണ് അവിടേക്ക് അമ്മ വരുന്നത്. നീ വാൽനക്ഷത്രത്തെ കണ്ടില്ലേ, എന്ത് കാര്യം ആഗ്രഹിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് അതെ നീ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അമ്മ ഉള്ളിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ എന്താ ആഗ്രഹിക്കുക എന്ന് കിം ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് തൊട്ടടുത്ത് റൂഫ് ടോപ്പിൽ ടേക്ക് വന്ന് നിൽക്കുന്നുണ്ടായിരിക്കുക. ഇവനെ കാണുന്നതും ഇവൻ ശരിക്കും ഒരു പൊട്ടൻ തന്നെയെന്ന് കിം പറയുന്നുണ്ട്. ആ സമയത്ത് ടേക്ക് ആണെങ്കിൽ അവിടുന്ന് കൈകൊണ്ട് ഇങ്ങനെ ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നൈറ്റിൽ ടേക്ക് കുറച്ച് മരുന്നൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ് കിടക്കാൻ പോകുന്നത്. കിമ്മും ദെക്സോനയൊക്കെ ആകെ എന്തോ ആലോചിച്ചിട്ടാണ് കിടക്കുന്നത്. ബൊറാനയാണെങ്കിൽ കരയുന്നതും സുൻവോ ആണെങ്കിൽ ആകെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് എല്ലാവരും ഒരുപാട് സങ്കടമൊക്കെ വെച്ചിട്ടാണ് അന്നത്തെ നൈറ്റിൽ കടന്നു പോകുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ദെക്സോനെ നോക്കുമ്പോൾ സ്പെക്സുകാരൻ്റെ അച്ഛൻ എങ്ങോട്ടോ പോകുന്നതാണ് കാണുന്നത്. അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നോ, അപ്പോൾ അവൻ്റെ അടുത്ത് ആരാന്ന് ചോദിക്കുമ്പോൾ അത് അവൻ്റെ അമ്മ അവൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ തന്നെ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമൊന്നും ഇല്ല എന്ന് ആൾ പറയുകയാണ്. ഇവളാണെങ്കിൽ ഇന്ന് സ്കൂളില്ലല്ലോ, പിന്നെ അങ്കിൾ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് സീക്രട്ട് ആണെന്ന് പറഞ്ഞ് ആൾ പുറത്തേക്ക് ഇറങ്ങുന്നതും അവിടെ ന്യൂസ് പേപ്പർ കാണുമ്പോൾ അതെടുത്ത് വായിക്കുകയാണ്. അതിൽ ടേക്ക് വിജയിച്ചതിൻ്റെ ന്യൂസ് ഉണ്ടായിരിക്കും. അതിൻ്റെ തൊട്ട് താഴെയായി നിങ്ങൾക്ക് മൂലക്കുരു ഉണ്ടോ, അങ്ങനെയെങ്കിൽ ഇത് ഉപയോഗിക്കൂ എന്നൊക്കെ പറഞ്ഞൊരു പരസ്യം കാണുമ്പോൾ ആൾക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ്. കാരണം അതിലും വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടുള്ള എന്തോ ഒരു റെമഡിയാണ് പറയുന്നത്. ആളാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊട്ടപ്പുറത്തുള്ള എല്ലാ പേപ്പറുകളും എടുത്ത് മാറ്റുകയാണ്. അതായത് ഇത് കണ്ടിട്ട് മകൻ്റെ കാര്യം ആരും അറിയണ്ട എന്ന് വിചാരിച്ചിട്ട്. ആ സമയത്ത് അങ്ങോട്ട് ടേക്കിൻ്റെ അച്ഛൻ ഇതുപോലെ എന്തോ ഒന്ന് ഒളിപ്പിച്ച് വരുന്നത് കാണിക്കുന്നുണ്ട്. ദെക്സോനയുടെ വീട്ടിലാണെങ്കിൽ അമ്മ ബോറാനിയെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചേച്ചിക്ക് അവിടെ സ്വന്തമായിട്ട് റൂമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇല്ല, ഇപ്പോൾ ഇങ്ങനെ ചേച്ചിയുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ വല്ലപ്പോഴും എൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുമെന്ന് പറയുമ്പോൾ നിൻ്റെ കാര്യം ആലോചിച്ച് എനിക്ക് ഒരു ടെൻഷനും ഇല്ല, നീ ജോലിയിലൊക്കെ കയറി കഴിഞ്ഞാൽ നീ അടിപൊളിയായിട്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യും, നിൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്ന് അമ്മ പറയുമ്പോൾ നോള് കളിയാക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ അപ്പോൾ ദെക്സോനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താവാൻ ആഗ്രഹം, നീ എന്തെങ്കിലും പ്ലാൻ ചെയ്തു എന്ന്. ദെക്സോനയാണെങ്കിൽ ആകെ സൈലൻ്റ് ആവുന്ന സമയത്ത് എനിക്കൊരാഗ്രഹമുണ്ട്, ഞാനതെന്തായാലും ആവുമെന്ന് നോള് പറയുന്നത് കേട്ട് എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. എനിക്കൊരു പാട്ടുകാരനാകണമെന്ന് പറയുമ്പോൾ അമ്മ ചീത്ത പറയുകയാണ്. പിന്നെ ഒരു കോമ്പറ്റീഷനിലൊന്ന് പേര് വന്നു എന്ന് വിചാരിച്ച് അതൊന്നും ആവണ്ട എന്നപ്പോൾ പറയുന്നുണ്ട്. ആ ടൈമിൽ അവിടേക്ക് ഒരു കോള് വരുന്നുണ്ട്. കോൾ എടുക്കുന്ന ദെക്സോനയാണെങ്കിൽ ഒന്ന് ഷോക്ക് ആവുകയാണ്. അതായത് കോള് ചെയ്യുന്നത് മാഗി ആയിരിക്കും. ജങ് ആണെങ്കിൽ ഡേറ്റിങ്ങിനൊക്കെ പോകാൻ വേണ്ടി റെഡിയായി ആ ക്രാഫ്റ്റ് ചെയ്തതൊക്കെ ഒരു ബൗളിലാക്കി പോകുന്ന സമയത്താണ് അവിടേക്ക് ദെക്സോന ഓടി വന്ന് ചേട്ടാ ഇന്നത്തെ ഡേറ്റിംഗ് എന്തായാലും നടക്കില്ല, മാഗി എന്നെ വിളിച്ചിരുന്നു, അവൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ജങ്ങിന് ആകെ വിഷമാവുകയാണ്. ദെക്സോനയാണെങ്കിൽ ഈ ഗിഫ്റ്റ് ഞാൻ എന്തായാലും കൊടുത്തോളാം എന്ന് പറയുമ്പോൾ ജങ് അത് അവളെ ഏൽപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കിമ്മിന്റെ വീട്ടിൽ അച്ഛൻ ഇങ്ങനെ എണീറ്റ് നടക്കുന്നത് കാണുമ്പോൾ അമ്മ ഒരിടത്ത് ഒതുങ്ങിയിരിക്കാന്ന് പറഞ്ഞ് ചീത്ത പറയുകയാണ്. ആ സമയത്താണ് സ്പെക്സുകാരനൊരു ബുക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് കിമ്മ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും ജങ് ആണെങ്കിൽ റൂമിലിരുന്ന് മാഗിയെ വിഷ് ചെയ്തുകൊണ്ടും ഇന്നത്തെ ഡേറ്റിംഗ് നടക്കാത്തത് കൊണ്ട് വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു ലെറ്റർ അവിടെ ഇരുന്ന് എഴുതുന്നുണ്ട്. ദെക്സോനയാണെങ്കിലോ ജങ് ചേട്ടൻ ഉണ്ടാക്കിയ ആ ക്രാഫ്റ്റ് നോക്കിയിരിക്കുന്നതുമാണ് കാണിക്കുന്നത്. ദെക്സോനയുടെ വീട്ടിലാണെങ്കിലോ 3 അമ്മമാരും കൂടിയിട്ടുണ്ടായിരിക്കും. ഇവരാണെങ്കിൽ നോളിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. നോൾ ഇത്രയും നന്നായി പാട്ട് പാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് സുൻവോന്റെ അമ്മ പറയുമ്പോൾ അവനിപ്പോൾ പാട്ടുകാരനാവണമെന്നാ പറയുന്നത്, അതെനിക്ക് ഇഷ്ടമല്ല, പാട്ടുകാരനൊക്കെ ആയ എങ്ങനെ ജീവിക്കാൻ പറ്റുക, അതൊക്കെ വളരെ ചുരുക്കം പേർക്കേ പറ്റത്തുള്ളൂ എന്ന് ദെക്സോനയുടെ അമ്മ പറയുമ്പോൾ ശരി അപ്പോൾ ചെറുപ്പത്തിൽ നിനക്ക് എന്താവാനായിരുന്നു ആഗ്രഹം എന്ന് കിമ്മിൻ്റെ അമ്മ ദെക്സോനയുടെ അമ്മയോട് ചോദിക്കുകയാണ്. എനിക്കൊരു
ആക്ട്രസ് ആവാനായിരുന്നു ആഗ്രഹം എന്ന് പറയുമ്പോൾ കിമ്മിൻ്റെ അമ്മ പറയുന്നത് പെയിൻറ്റർ ആവാനായിരുന്നു എന്നാണ്. ഇതൊക്കെ കേട്ട് ഇവർ ചിരിക്കുകയാണ്. ഇതേ സമയം കിമ്മിൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാ അച്ഛന്മാരും കൂടിയിട്ടുണ്ടായിരിക്കും. അവരും ഇതുപോലെ സംസാരിക്കുന്ന സമയത്ത് ടേക്കിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എനിക്കൊരു ഗുസ്തിക്കാരനാവാനായിരുന്നു ആഗ്രഹം, ഞാനിപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ പല ഗുസ്തിക്കാരെയും ഞാൻ മലർത്തി അടിച്ചേനെ എന്ന് പറയുന്നത് കേട്ട് ഓ തള്ളലിനൊരു കുറവും ഇല്ലെന്ന് ദക്സോനയുടെ അച്ഛൻ കളിയാക്കുകയാണ്. ആ സമയത്ത് സ്പെക്സുകാരൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, മിലിറ്ററി സർവീസിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊരു ഡാൻസർ ആവാനായിരുന്നു ആഗ്രഹം, ഞാൻ അത്യാവശ്യം നന്നായി ഡാൻസൊക്കെ കളിക്കുകയായിരുന്നു, കാണണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് ഒട്ടും മടിയില്ലാണ്ട് കിമ്മിൻ്റെ അച്ഛനും ദക്സോനയുടെ അച്ഛനും പറയുന്നുണ്ട്. ആളാണെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ആൾ ഡാൻസ് കളിക്കുകയാണ്. ഇത് കാണുന്ന ദക്സോനയുടെ അച്ഛനാണെങ്കിൽ വെറുതെ അല്ല ആളുടെ മകൻ ഈ സ്വഭാവം കിട്ടിയത്, അച്ഛൻ്റെ അല്ലേ മകൻ എന്ന് പറയുന്നുണ്ട്. ദക്സോനയാണെങ്കിലോ പുറത്തിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ടേക്ക് വരുന്നത് കാണുന്നത്. ഇന്ന് കോമ്പറ്റീഷൻ ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പോഴും ക്ലബിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പോയില്ലെങ്കിൽ കോച്ചിൻ്റെ നിന്ന് വഴക്ക് കിട്ടുമെന്ന് ടേക്ക് പറയുന്നതും അങ്ങനെ ഇവർ രണ്ടുപേരും ബായി ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ദക്സോനയാണെങ്കിൽ പിന്നീട് ടേക്കിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഇവൻ ഉറക്കഗുളിക കഴിച്ച് കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. ഇവനാണെങ്കിൽ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, നീ പൊക്കോ എന്ന് പറയുമ്പോൾ എന്നാൽ ശരി ഞാൻ പോവുക എന്ന് പറഞ്ഞ് ദക്സോൻ അവിടെ നിന്ന് പോകുന്നത് കാണിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് തൊട്ടപ്പുറത്ത് ദക്സോന കിടക്കുന്നത് പോലെ ടേക്കിന് തോന്നുകയാണ്. അവൻ അവളുടെ കൈയൊക്കെ പിടിക്കുന്നുണ്ട്, അങ്ങനെ കിസ് ചെയ്യുന്നുണ്ട്.